കാക്ക വന്നിട്ട് കാക്കയ്ക്ക് ഇഷ്ടപ്പെട്ട പാത്രം ഇതാണ്. കാരണം എന്താ പറഞ്ഞാൽ കാക്ക അത് സൂത്രശാലിയാണ്. കാക്ക എന്ന് പറയുന്നത് വളരെ സൂത്രശാലിയാണ്. അപ്പോൾ നമ്മൾ ദിവസം രാവിലെ ഭാര്യ അതിന് ചപ്പാത്തി അല്ലെങ്കിൽ ബ്രെഡ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ദോശ ഇഡ്ഡലി അതായത് ഉള്ളത് വെച്ച് കൊടുത്താൽ ഇപ്പോൾ ചപ്പാത്തി ഇട്ട് കൊടുത്തു പറഞ്ഞാൽ അതതിന് കൊത്തിക്കൊണ്ടുവന്ന് ഈ വെള്ളത്തിലിട്ട് ഈ വെള്ളത്തിലിട്ട് ആ ചപ്പാത്തി കുതിർന്നാൽ കാക്ക കൊത്തി അങ്ങനെയാണ് കാക്ക കിട്ടുന്നത്. അതുപോലെ തന്നെ ബ്രെഡ് കൊടുത്താലും അവിടെ തൂക്കിക്കൊണ്ട് ഈ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് തിന്നും. പിന്നെ അതുപോലെ നമ്മുടെ മരം കൊത്തിക്ക് ഇഷ്ടപ്പെട്ട പാത്രം ഇതാണ്. അതായത് ഈ മരത്തിൽ മേലെ വന്നിട്ട് അപ്പോൾ അവിടെ വന്ന് അങ്ങനെ റിവേഴ്സ് ഇങ്ങനെ ചാടി ബാക്കിൽ ഇങ്ങനെ ചാടി വന്ന് ആദ്യം വെള്ളം കുടിച്ച ശേഷമാണ് പിന്നെ അതിൽ ഈ പാത്രത്തിൽ കുളിച്ച് കുറേ നേരം മുങ്ങിക്കിടക്കുക, കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് തേൻകിളിക്ക് ഇഷ്ടപ്പെട്ട പാത്രം ഇതാണ്. ഇതിൽ വന്ന് ഈ കയറിൽ ഇങ്ങനെ ചാടിച്ചാൽ ഇങ്ങനെ ഇറങ്ങുള്ളൂ. ഇറങ്ങിയിട്ട് ഇതിൽ വന്ന് വെള്ളം കുടിക്കും. അതിൽ വെള്ളമാണ് ആവശ്യം, കുളിക്കാനല്ല. ചിറകിട്ട് അതുപോലെ തന്നെ നൈസായിട്ട് ഇങ്ങനെ വന്ന് ഈ പാത്രത്തിൻ്റെ വക്കിൽ നിന്നിട്ട് വെള്ളത്തിൽ ചാടിയിട്ട് അപ്പുറത്ത് പോയി നിൽക്കും. അങ്ങനെയാണ്. ചിറക് നനയ്ക്കുക മാത്രമേ ചെയ്യുള്ളൂ, കുളിക്കില്ലാതെ ചിറകിട്ട് അടിക്കാൻ ചെയ്യും. ഓരോ കിളികൾ അതുപോലെ മൈനയുണ്ട്. മൈന താഴെ ഇതിലാണ് മൈന വന്നിട്ട് പഴവും വെള്ളം കുടിക്കുന്നത്. ഇതിലാണ് അരി പാത്രത്തിൽ അരിയിട്ട് കൊടുക്കും. അപ്പോൾ മയിൽ വന്ന് അരി തിന്നും. അത് വിവിധ തരത്തിലുള്ള 34 തരത്തിൽപ്പെട്ട കിളികളാണ് ഇവിടെ ഈ വേനൽക്കാലത്ത് കൃത്യമായി 7 വർഷം തുടർച്ചയായിട്ട് വേനൽക്കാലമായാൽ 7 മാസം കൃത്യമായിട്ട് ഇവിടെ എല്ലാ കിളികളും 34 തരത്തിൽപ്പെട്ട കിളികൾ വരാറുണ്ട്. അവർ ഭക്ഷണം കഴിക്കും. അരി അതുപോലെ പഴം, നേന്ത്രപ്പഴം അതുപോലെ വാഴപ്പഴം അങ്ങനെ പഴങ്ങൾ വെച്ച് കെട്ടി കൊടുത്താൽ അവരിഷ്ടപ്പെട്ട അവരുടെ ഭക്ഷണം കഴിച്ച് എന്നിട്ടാണ് വെള്ളം കുടിക്കുക, കുളിക്കുക. അങ്ങനെ ഒരു നല്ലൊരു കാഴ്ച, നല്ലൊരു മനസ്സിന് കുളിര് ആനന്ദം പകരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. മഞ്ഞക്കിളി, തേൻകിളി, കൊക്കൻ തേൻകിളി അങ്ങനെ വിവിധ തരത്തിൽപ്പെട്ട കിളികളാണ് ഇവിടെ ദിവസം വരാറുള്ളത്. പിന്നെ ഡ്രോങ്കോ പറയുന്ന വാല് നീണ്ട ആ ഡ്രോങ്കോ പറയുന്ന കിളിയിൽ ആഴ്ചയ്ക്ക് ഒരു ദിവസമാണ് അത് വരിക. അത് വന്ന് ഇവിടെയുള്ള പൂമ്പാറ്റകൾ ഇവിടെ പൂമ്പാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പാറി കളിക്കുന്ന സമയത്ത് ആ പൂമ്പാറ്റിനെ പിടിക്കാനായിട്ട് ഈ ഡ്രോങ് പക്ഷി വരുന്നത്. അങ്ങനെ വിവിധ തരത്തിൽപ്പെട്ട പക്ഷികളുടെ ഒരു പറുദീസയായിട്ട് ഈ വീടും പരിസരവും മാറിയതിൽ വലിയൊരു സന്തോഷം തന്നെയാണ്.